ഇന്നു മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നു. പല മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഫൈനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു സാമ്പത്തിക വർഷം കൂടി പടിയിറങ്ങിയിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷവും സ്വാധീനിച്ച നിരവധി മാറ്റങ്ങളുണ്ടായ വർഷം കൂടിയാണ് കടന്നുപോയത്. ഇന്നു മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇക്കുറിയും സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്തെന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ എന്നത് തന്നെയാണ്. 1961 ആദായ നികുതി നിയമത്തിന് പകരം പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വന്നു. ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നീ പദങ്ങളെല്ലാം ഒഴിവാക്കി ഇനി ടാക്സ് ഇയർ മാത്രമായിരിക്കും. നികുതി സംവിധാനം കൂടുതൽ ലളിതമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സെക്ഷൻ 87A പ്രകാരം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് ലഭിച്ചേക്കാമെന്നുള്ളതാണ് പുതിയ ആദായ നികുതി നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രധാന മാറ്റം പാൻ കാർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. പാൻ കാർഡ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ജനന തീയതി തെളിയിക്കാൻ ആധാർ കാർഡ് മാത്രമായി ഇനി മുതൽ പരിഗണിക്കില്ല. SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ നിർബന്ധമാണ്. കൂടാതെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹന വാങ്ങലിനും മാത്രമേ ഇനി മുതൽ പാൻ നിർബന്ധമാകൂ. ബാങ്ക് നിക്ഷേപങ്ങളിൽ വാർഷികമായി 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രമേ പാൻ ആവശ്യമായി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നു മുതലുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബിൽ, കൺവെൻഷൻ സെന്റർ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് 50,000 രൂപയായിരുന്ന പരിധി 1 ലക്ഷം രൂപയാകും. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും നിക്ഷേപങ്ങളാണെങ്കിൽ നിലവിൽ പ്രതിദിനം 50,000 രൂപ നിക്ഷേപിച്ചാൽ പാൻ വേണമെന്നുള്ളതാണ് ഇന്നു മുതലുള്ള മറ്റൊരു പ്രത്യേകത. ഇനി മൂന്നാമത്തെ പരിഷ്കരണം എന്ന് പറയുന്നത് പരിഷ്കരിച്ച സ്വർണ്ണപ്പണയ ചട്ടമാണ്. സ്വർണ്ണപ്പണയം സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ പരിഷ്കരിച്ച ചട്ടം ഇന്നു മുതൽ പൂർണ്ണ തോതിൽ പ്രാബല്യത്തിലാകും. 2.5 ലക്ഷം രൂപ വരെ പണയം വെച്ച സ്വർണത്തിന് 85% വരെ വായ്പാ നിരക്ക്, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയും ബാധകമാകും. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. ഇങ്ങനെ വായ്പയായി ലഭിക്കുന്ന തുകയിൽ ഇനി മുതൽ കുറവുണ്ടായേക്കാം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു മാറ്റം പഴയ ആദായ നികുതി സ്കീമിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അലവൻസിന് ലഭിച്ചിരുന്ന നികുതി ഇളവ് പരിധി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. നിലവിൽ ഒരു കുട്ടിക്ക് പ്രതിമാസം 100 രൂപ വരെയുള്ള അലവൻസിനാണ് നികുതി ഇളവ് ബാധകമായിരുന്നത്. ഈ പരിധി 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ പരമാവധി 2 കുട്ടികൾക്കേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂ. ഹോസ്റ്റൽ അലവൻസ് പരിധി 300 രൂപയായിരുന്നത് 9,000 രൂപയായും ഉയർത്തും. ഇനി മറ്റൊന്ന് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ്. ടോൾ പ്ലാസകൾ പൂർണ്ണമായും സ്മാർട്ട് ആവുകയാണ്. ഇനി ഡിജിറ്റൽ ഇടപാടുകൾ മാത്രം അനുവദിച്ച് പണം വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല, വാർഷിക ടോൾ പാസിന്റെ വില 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതുവരെ 3000 രൂപയായിരുന്ന നിരക്ക് 3075 രൂപയാകും എന്നുള്ളതാണ് ചുരുക്കം. ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയാണ് ഇതും പ്രവർത്തിക്കുക. ഈ പാസ് ഉപയോഗിച്ച് 200 യാത്രകൾ വരെ നടത്താം. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു സുപ്രധാന മാറ്റം. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്കെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മുതൽ 24 മണിക്കൂറുകൾക്കകമാണ് ക്യാൻസലേഷനെങ്കിൽ 50% റീഫണ്ട് ലഭിക്കും. 24 മുതൽ 72 മണിക്കൂറുകൾക്കകമാണെങ്കിൽ 75% റീഫണ്ട് ലഭിക്കും. 72 മണിക്കൂറിന് മുമ്പാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ മുഴുവൻ റീഫണ്ട് ലഭിക്കില്ല. ഇവിടെ മാക്സിമം ക്യാൻസലേഷൻ ചാർജുകൾ ബാധകമായിരിക്കും. ഈ മാറ്റങ്ങൾക്ക് പുറമെ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ 7 ദിവസം കൂടുമ്പോൾ നടക്കുന്നതായിരിക്കും. ATM ഫീസുകളിൽ വർധന, ഡെബിറ്റ് കാർഡ് ഉപയോഗ നിയന്ത്രണം എന്നിവയും ഉണ്ടാകും. ഇതിനു പുറമെ വിദേശ ടൂർ പാക്കേജുകളുടെ TCSഉം കുറയും. ഇതൊക്കെയാണ് ഇന്നു മുതൽ വരുന്ന മാറ്റങ്ങൾ. മാറ്റങ്ങൾ ഏറെയുണ്ട്. കരുതാം കരുത്തുറ്റ സാമ്പത്തിക വർഷത്തിനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.